കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെയൊക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന നന്ദ അങ്ങനെ ഗുണ്ടകള് ഏർപ്പാടൊക്കെ ആ പുകയിൽപ്പെട്ട ആ റൂമിനകത്ത് പെട്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒഴിലുമായിരുന്നു. ഈ സമയത്ത് നന്ദ കയ്യേലെ കെട്ടൊക്കെ അഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന നന്ദ അവിടുന്ന് രക്ഷപ്പെടുന്നതാണ്. ഈ സമയത്ത് ഇതൊന്നും അറിയത്തില്ലാതെ മഹേശനും കേക്ക് കട്ട് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കും. അപ്പൊ എല്ലാരും ഹാജരായിട്ടുണ്ട്, നന്ദ മാത്രമില്ല. അപ്പൊ ലക്ഷ്മിയമ്മ പറഞ്ഞു, നന്ദ വരാതെ എങ്ങനെയാ കേക്ക് കട്ട് ചെയ്യുന്നേ? മോഹിനി പറഞ്ഞു, ഇനി ഇപ്പൊ എത്ര സമയം എന്ന് വെച്ചാൽ നോക്കിയിരിക്കുന്നേ, എത്രയും പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്യുക. അവൾ ഇനി ഏത് സമയത്താ കയറി വരുന്ന പറയാൻ പറ്റില്ല, ചിലപ്പോ പാതിരാത്രി ആയിരിക്കും എന്ന് പറയാം. പിങ്കിയും പറഞ്ഞു, ശരിയാ പറയുന്ന കാര്യങ്ങളൊക്കെ. ഗൗതം പറഞ്ഞു, എന്നാലും ഇല്ല ഗൗതം മോനെ. ലക്ഷ്മിയമ്മയ്ക്ക് പിന്നെ ഒന്നും മിണ്ടാൻ വാക്കുകളില്ലായിരുന്നു. മഹേഷിന്റെ ലക്ഷ്മിയമ്മയും കൂടെ കൂടി കേക്ക് കട്ട് ചെയ്യുകയാണ്. പിന്നീട് അതിനകത്തുനിന്ന് ഒരു കേക്ക് പീസ് എടുത്ത് മഹേശ്വരന് കൊടുക്കുക. പിന്നീട് മഹേശ്വരൻ കേക്ക് എടുത്ത് ലക്ഷ്മിയമ്മയ്ക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു കയ്യടി ശബ്ദം കേട്ട് ഹാപ്പി ബർത്ത്ഡേ അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് നോക്കി കഴിയുമ്പോഴത്തേനും നന്ദ കൂടെ നന്ദ നിർത്താതെ കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹേശന്റെ തലയിൽ ഒരു വെള്ളിടി വെട്ടിയ അവസ്ഥയായിരുന്നു. മഹേശൻ, ദൈവമേ ഇതെന്താ ഇവള് മരിച്ചെന്ന് കരുതി ഇവള് കൂടെ അവളും കൂടെ തന്റെ മോളെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. എന്റെ ഭഗവാനെ, ഇനി എന്തൊക്കെ ഇവിടെ സംഭവിക്കാൻ പോകുന്നേ, ആ ഒരു ചിന്തയായിരുന്നു. പെട്ടെന്ന് നന്ദ അങ്ങോട്ട് കടന്നു വരുവാണ്. നന്ദ പറഞ്ഞു, ഇതെന്റെ കൂട്ടാരി ഗാഥയെന്ന് പറയാണ്. ഗാഥയെ 2-3 ദിവസം അവിടെ കാണുമെന്ന് പറയാം. ഇത് കേട്ട മോഹിനി ചോദിച്ചു, ഇതെന്താ പെട്ടെന്ന് ആരോടും ചോദിക്കാതെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കണം. അത് ചെറിയമ്മേ, അതെ, ഒരു സാഹചര്യത്തിൽ എനിക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ട വന്നു. കുറച്ചു ദിവസം ഇവിടെ കാണുമെന്ന് പറയാം. അല്ല, നല്ലൊരു ആഘോഷം നടക്കുമല്ലേ, ഈ സമയത്ത് ആഘോഷം നമുക്ക് ആനന്ദകരമാക്കണ്ടേ? ഒരു കാര്യം ചെയ്യാം, ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്ന ഗസ്റ്റ് അല്ലേ അച്ഛന്റെ പിറന്നാൾ ദിനത്തിന്, അച്ഛനൊരു കേക്ക് പീസ് ഗാഥയ്ക്ക് അങ്ങ് വെച്ച് കൊടുക്കാൻ പറയണം. മഹേശ്വരൻ വീണ്ടും ഞെട്ടി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി വെച്ചു, അല്ല നന്ദേ, നിനക്ക് ചോദ്യം പറച്ചിലൊന്നും ഇല്ലേ? ഇതൊക്കെ അനുവദിച്ചു തരാൻ പറ്റുന്ന കാര്യമാണോ? ഇന്ത്യ വരത്തില്ല, അതിൻ്റെതായ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. നിനക്ക് തോന്നിയ പോലെ വരാനും പോകാനും അല്ലാതെ എല്ലാവരും വിളിച്ചു കയറ്റാൻ പറ്റുന്നൊന്നും അല്ലാന്ന് പറയണം. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, നന്ദ പോയത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്ദ പിന്നെ ഗാഥനെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞിട്ടാ ഗാഥനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയാണ്. മഹേശന്റെ തലയിൽ ഇടുത്തി വേണ്ട ഒരു അവസ്ഥയായിപ്പോയി. അപ്പൊ ഗൗതം എല്ലാം അറിഞ്ഞോ? ഗാഥ ആരാന്നുള്ള സത്യം അറിഞ്ഞോ? ഇനിയിപ്പം നന്ദ ഗാഥയെക്കുറിച്ചെല്ലാം ഗൗതമിനോട് പറയോ? പിന്നെ എന്തുകൊണ്ടാ ഗൗതം ഗാഥ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു? അങ്ങനെ 100 ചോദ്യങ്ങളായിരുന്നു മഹേശന്റെ തലയ്ക്കകത്ത് വന്നുകൊണ്ടിരുന്നത്. ഒരെത്തും പിടി ആലോചിച്ചിട്ട് കിട്ടിയില്ല. പെട്ടെന്ന് നന്ദ ചോദിച്ചു, അച്ഛൻ എന്താ ആലോചിച്ചോണ്ടിരിക്കണേ? ആ കേക്ക് അങ്ങ് വെച്ച് കൊടുക്കാൻ പറയണം. അങ്ങനെ മഹേശ്വരൻ വിറയ്ക്കുന്ന കൈകളോടെ അങ്ങോട്ട് ഗാഥയുടെ വായിലേക്ക് കേക്ക് വെച്ച് കൊടുക്കാൻ തുടങ്ങും. ഗാഥയാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇപ്പൊ താഴെ വീഴുന്ന മട്ടിലാണ് നിൽക്കുന്നത്. പിന്നീട് അതൊക്കെ ഗാഥ വിളിക്കുവാണ്. ഗാഥയുടെ വായിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു. ആകെപ്പാടെ ടെൻഷൻ ആയിപ്പോയി മഹേശന്. പിന്നീട് നന്ദയെ ഗാഥയും കൂട്ടി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ്. പിന്നീട് കാണിക്കുന്ന മഹേശ്വരൻ വാവച്ചനെ വിളിക്കുവാണ്. ഈ സമയത്ത് വാവച്ചൻ കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. വാവച്ചനെ വിളിച്ചു. വാവച്ചൻ, അത് സാറേ, ഒരു കുറച്ച് സമയം അവന്മാരുടെ മെസ്സേജ് വന്നിട്ടില്ല നന്ദ മരിച്ചെന്നുള്ളത്. അത് വന്നു കഴിയുമ്പോൾ ആ സെക്കൻഡ് തന്നെ സാറിനെയും വിളിച്ചോളാം. സാർ ഇത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയണം. ദേ എടാ വാവച്ച, എന്റെ വായിന്ന് വല്ലതും കേക്കല്. ദേ അവൾ ഇങ്ങോട്ട് വന്നെന്ന് പറയണം. ആര്? നീ ആ മരിച്ചെന്ന് പറയുന്ന നന്ദയുണ്ടല്ലോ, നന്ദ അവിടെ വന്നു. അതെങ്ങനെ സംഭവിച്ചു? നന്ദ മാത്രമല്ല, അവള് കൂടുതൽ ഒരു വെള്ളിടിയുമായിട്ട് എങ്ങോട്ട് വന്നേക്കുന്നേ. വെള്ളിടിയുമായിട്ടോ? ഇതെന്തോ സാറേ പറയണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയാം. ഞാൻ കൂടുതലൊന്നും പറയിപ്പിക്കരുത് നിന്നെ കൊണ്ട്. എടാ, അവൾ ആ ഗാഥേനും കൂട്ടിക്കൂടെ എങ്ങോട്ട് വന്നേക്കെന്ന് പറയാണ്. ഗാഥേനും കൂട്ടിക്കണം അങ്ങോട്ടോ? എന്റെ ഭഗവാനെ, അല്ല അവൾ എങ്ങനെ രക്ഷപ്പെട്ടു? അതൊന്നും എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ നീ എന്തെങ്കിലും ചെയ്ത് പ്ലാൻ ചെയ്ത് വിജയിച്ചിട്ടുണ്ടോ? ഇപ്പോഴാണ്ടെ ഇനി എനിക്ക് തലയ്ക്ക് നട്ടപ്പറ കിട്ടിയേക്കുന്നേ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സാറേ. ഇനി ഇപ്പൊ എന്ത് ചെയ്യും? ഞാനങ്ങ് വന്നാണ്ടല്ലോ, നിന്നെ ഞാൻ വെട്ടി തുണ്ടം ആക്കും. നീ അല്ല എന്നോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കാന്ന്. എന്നിട്ടിപ്പം ഒരു ഉളുപ്പില്ലാതെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ സാറേ. എനിക്കറിയില്ലായിരുന്നോ? അമ്മരെല്ലാം ഓക്കെ ആക്കിയെന്ന് പറഞ്ഞേ ഉള്ളൂ. പിന്നെ എങ്ങനെ രക്ഷപ്പെട്ടൊന്നും എനിക്കറിയത്തില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, എന്റെ ഇന്ത്യവരത്തിലെ പൊറുതി അവസാനിച്ചു. ഇനിയിപ്പോ അവൾ എന്തൊക്കെയാ ഗൗതമിനോട് പറയാൻ പോകുന്ന അറിയത്തില്ല. അവളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ത്യവരത്തിന് പുറത്താ. ഇനി അധികം താമസിക്കാതെ തന്നെ ഞാൻ പുറത്താകുമെന്ന് പറയാം. വാവച്ചൻ പറഞ്ഞു, സാർ എന്തിനാ ടെൻഷൻ അടിക്കണേ? അതിനു മുമ്പ് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ഗാഥ അവളുടെ കാര്യം എനിക്ക് വിട്ടേരെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വന്ന് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരട്ടെ എന്ന് ചോദിക്കണം. ഇങ്ങോട്ട് കയറി വാ. ഇനി അതിന്റെ ഒരു കുഴപ്പം കൂടെ ഉള്ളൂ. നീ ഇനി ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രശ്നം അതായിരിക്കും. ഇപ്പൊ നീ ഇങ്ങോട്ട് വന്ന് ഇനി അധികം പ്രശ്നം ഉണ്ടാക്കാൻ നല്ലതാ നീ അവിടെ നിൽക്കുന്ന. അപ്പം സാറ് ടെൻഷൻ അടിക്കുക, ധൈര്യമായിട്ടിരിക്കുക. എല്ലാത്തിനെയും കാര്യത്തിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം.
ഈ വാവച്ചനോട് അവറ്റകളുടെ കളി, ഈ വാവച്ചൻ ആരാന്ന് ശരിക്കും അവറ്റകൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വാവച്ചൻ ഫോൺ വെക്കുവാണ്. മഹേശൻ ഈ സമയത്ത് ഇനി എന്ത് ചെയ്യും, ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല എന്നോർത്ത് തല പൊഞ്ഞ് നിൽക്കുകയാണ്. ഈ സമയത്ത് ഗാദേനെയും കൊണ്ട് നന്ദ മുറിയിലേക്ക് ചെല്ലുവാണ്. ഒരു മുറി അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഗാദനെ പിടിച്ച് ആ ബെഡ്മേലും ഇരുത്തി. അത് ഗാദമോളെ, ഇവിടെ പല പ്രശ്നങ്ങളുണ്ടാവും, നീ അതൊന്നും മൈൻഡ് ആക്കണ്ട. ഇനി ഇന്ന് മുതൽ ഇതാണ് നിന്റെ മുറി, നിന്റെ വീട് ഇതാണ്. അറിയാലോ, പല പ്രശ്നങ്ങളുണ്ടായാലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് പറയാം. അല്ല നന്ദേച്ചി, ഞാൻ ഇതേ കൂടുതലൊന്നും പറയണ്ട, ഇവിടെ പിടിച്ചു നിൽക്കണം. സത്യങ്ങളൊക്കെ എല്ലാവരും അറിയുന്നോടം വരെ, അറിയാലോ, അതുവരെ നമ്മൾ ഇച്ചിരി ബോൾഡായിട്ട് നിന്നേ പറ്റുള്ളൂ. എന്നാലും നന്ദേച്ചി, എനിക്കൊരു പേടിയുണ്ടെന്ന് പറയാം. എന്തിനാ പേടിക്കുന്നേ? ഇവിടെ എല്ലാവരും നിന്നെ പിടിച്ചു തിന്നാനൊന്നും പോകുന്നില്ല. പിന്നെ ലക്ഷ്മിയമ്മ, ഗൗതം സാറിന്റെ അമ്മയാ, ഏറ്റവും പാവം ലക്ഷ്മിയമ്മ. ലക്ഷ്മിയമ്മേനെ മനസ്സ് കീഴടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റും. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നു. ഒന്നുമല്ലെങ്കിൽ നിന്റെ അച്ഛനും ആങ്ങളെ എല്ലാവരും ഉള്ളതല്ലേ ഇവിടെ. പിന്നെ നീ ആരെയാ ഭയക്കണേ? ഭയന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനേ പറ്റില്ല. എന്ത് വന്നാലും നേരിടണം. ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഓർമ്മയുണ്ടല്ലോ. പക്ഷെ ഗാഥയ്ക്ക് അത്ര ധൈര്യം പോരായിരുന്നു. പിന്നെ നന്ദ ഇങ്ങനെ പുഷ് ചെയ്തോണ്ടിരിക്കുക. ധൈര്യമായിട്ടിരിക്കുക, ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ നന്ദേച്ചി ഇവിടെ ഫുൾ സപ്പോർട്ടുമായിട്ട് കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കണമെന്നൊക്കെ. അവസാനം ഗാഥ ശരി, എനിക്ക് എന്നാലും ഒരു പേടിയുണ്ട്, ഇവിടെയുള്ളവരൊക്കെ എങ്ങനെ പെരുമാറുന്ന ഓർത്തിട്ട്. പെരുമാറുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്തും ടെൻഷൻ വേണ്ട. ആദ്യം എല്ലാവർക്കും ഇച്ചിരി മനസ്സിൽ ഇച്ചിരിയുടെ ബുദ്ധിമുട്ടൊക്കെ കാണുമായിരിക്കും, പിന്നെ അത് ഓക്കെ ആയിക്കോളും. അതൊക്കെ ഓർത്ത് തഴയാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് മാത്രം സമയം കാണുള്ളൂ. എനിക്ക് എൻ്റെ അമ്മേനെ കുറിച്ചൊക്കെ ഓർത്ത് നല്ല ടെൻഷനുണ്ട്. ആ ബാലാജി വന്നിട്ട് എന്തെങ്കിലും ചെയ്യുമോ? പറഞ്ഞല്ലോ, ഞാൻ ഗൗതം സാറിനോട് പറഞ്ഞ് അതൊക്കെ ഓക്കെ ആയിക്കോളാം. അതിൻ്റെ പേരിൽ ഇനി ഇപ്പം ഒരു ടെൻഷനും ഗാഥയ്ക്ക് വേണ്ടെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് നേരെ മോഹിനി ചെല്ലുവാണ്. മോഹിനി എന്നിട്ട് അല്ല ലക്ഷ്മി അടുത്ത് ഫുൾ പവർ നന്ദയ്ക്ക് അവിടെ കൊടുത്തേക്കുവാണെന്ന് ചോദിച്ചു. അതെന്താ? അല്ല, ഇനിയിപ്പോൾ ലക്ഷ്മി അടുത്തിയുടെ കാലത്തിന് ശേഷം ഇനിയിപ്പോൾ അടുത്ത കാർന്നോത്തി നന്ദയാണല്ലോ, അതുകൊണ്ടാണ് അവളെ ഈ തോന്നിയാസം കാണിക്കുന്നത്. എവിടെയോ കിടന്നൊരു പെണ്ണ്. അല്ല, ലക്ഷ്മി ചേച്ചിക്ക് ആ പെണ്ണെ അറിയാമെന്ന് ചോദിക്കണം. അല്ല, ഞാനിങ്ങനെ അറിയാം, ഇതാ ഞാൻ പറഞ്ഞേ, ഇതൊന്നും അറിയത്തില്ല, അത് ഒരുത്തിനെ വിളിച്ച് ഇങ്ങോട്ട് കയറ്റിയേക്കുന്നു. അതെ, ഒരു ദിവസം വന്ന് പോകുന്ന പോലെയല്ല, ഇവിടെ കുറെ ദിവസം കാണുമെന്ന്. എന്തുദ്ദേശം നന്ദ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കണം. ലക്ഷ്മി ഒരു ശരിയാ, അതൊന്നും എനിക്ക് അറിയത്തില്ല, ഇതൊക്കെ ലക്ഷ്മി ചേച്ചി അറിയണം. അവൾ എങ്ങനെയാ, ക്രിമിനലാണോ അതോ ഇനിയിപ്പോൾ അവൾക്ക് വേറെ എന്തെങ്കിലും പശ്ചാത്തലം ഉണ്ടോ നമുക്കറിയത്തില്ല. ഇന്ന് ഇവള് ഈ വീടിനകത്തേക്ക് കയറി, നാളെ ചിലപ്പോൾ ഇവള് ആരെയാലും കൂട്ടിക്കൊണ്ട് വരും വീടിനകത്തേക്ക്. ചിലപ്പോൾ രാത്രി കതവ് തുറന്നു കൊടുക്കാനും മടിക്കില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്, സ്വർണവും പണവും ഒക്കെ അടിച്ചു മാറ്റാനായിട്ടെ. ഇത് ലക്ഷ്മിയമ്മയ്ക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാട് ടെൻഷൻപോയി. അങ്ങനെയൊക്കെ നടക്കുവോ? പിന്നെ നടക്കാതെ ലക്ഷ്മി അടുത്ത് നോക്കിയോ, മരുമോളെ സപ്പോർട്ട് ചെയ്ത് നിന്നു. അവസാനം ഇവിടെ സംഭവിക്കാൻ പോകുന്ന എന്താന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറയാനുള്ളത് അങ്ങോട്ട് പറഞ്ഞു. ഈ സമയത്താണ് അങ്ങോട്ട് മഹേശ്വരൻ വരുന്നത്. മഹേശ്വരൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മോഹിനി പറഞ്ഞു, മരുമോള് കാണിച്ചു കൊടുക്കുന്നത് കണ്ടില്ലേ? അതിപ്പം ഞാൻ കൂടുതലൊന്നും ഏട്ടൻ പറയണ്ട, ഏട്ടനും ഇതിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാ അവൾ ഇങ്ങനെ കിടന്ന് വിലസുന്നേ. അവളുടെ നിലയ്ക്ക് നിർത്താൻ പഠിക്കണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ ഭർത്താവ് എന്ന് പറയുന്ന ഗൗതൻ അവൾക്ക് ഫുൾ സപ്പോർട്ടുമായിട്ടല്ലേ നിൽക്കുന്നേ. ഇനിയിപ്പം ഞങ്ങൾ ആരും എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും വലിയ പ്രശ്നം. ഞങ്ങളൊന്നും പറയാൻ പോകുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി അങ്ങോട്ട് പോവാണ്. പിന്നീട് ലക്ഷ്മി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുമ്പോൾ മഹേശ്വരൻ എന്താ ലക്ഷ്മി, എന്താ ഒരു ബുദ്ധിമുട്ടെന്ന് ചോദിക്കണം. അത് മഹേശ്വരട്ടാ, എനിക്ക് ആ പെൺകുട്ടീനെ കുറിച്ച് ഓർത്തിട്ടാ. അല്ല, അവൾ ആരാ? അവൾ എന്തിനാ നന്ദ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ ചോദിക്കുകയാണ്. അതിപ്പോൾ മഹേശ്വരൻ പറഞ്ഞു, അതിപ്പോൾ എങ്ങനെ അറിയാനാ? അതെ, ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പെൺകുട്ടികളൊക്കെ വന്നു കയറി സൂക്ഷിക്കണമെന്ന് പറയാം. ഇതും കൂടെ കേട്ട് ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര ടെൻഷനും സങ്കടമായിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മഹേശ്വരട്ടാ? അവൾ ഇവിടുന്ന് പറഞ്ഞു വിടാൻ എന്താ ചെയ്യണ്ടേ? അല്ല, അവൾ ആരാന്ന് വല്ല അറിയുമായിരുന്നെങ്കിൽ അതെനിക്ക് അറിയാലോ എന്ന് പറയാണ്. മഹേശ്വരൻ അറിയാം, അതെങ്ങനെ അറിയാം? പെട്ടെന്ന് മഹേശ്വരൻ, അല്ല, ഞാൻ ഉരുണ്ട് കളിക്കുകയാണ്. വാവച്ചനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാവച്ചൻ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. എന്ത് കാര്യം പറഞ്ഞു? അല്ല, അവളെക്കുറിച്ചുള്ള കാര്യങ്ങളെ അവളും അവളുടെ അമ്മയ്ക്കൊക്കെ ഭ്രാന്താന്നോ? എങ്ങനെ? അതൊന്നും എനിക്കറിയത്തില്ല. അവിടെ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഭ്രാന്തളകുമെന്ന്. അങ്ങനെ ഭ്രാന്തളയിക്കുമ്പോൾ നാട്ടുകാരാണത്രേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ഭയങ്കര ശല്യമായിരുന്നേ ഇവറ്റകളെ കൊണ്ട്. അങ്ങനെ നാട്ടുകാർക്ക് സഹിക്കാൻ വയ്യ വന്നപ്പോൾ അങ്ങോട്ട് നന്ദ കൂട്ടിക്കൊണ്ട് വന്നേക്കുന്ന. എൻ്റെ ഭഗവാനെ ചതിച്ചല്ലോ. നീ എപ്പോഴാണ് ഇവൾക്ക് ഭ്രാന്തളകുമെന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ അതെല്ലാം കണ്ടും കേട്ടും ഇനിയിപ്പം കഴിയാനേ പറ്റുള്ളൂ എന്ന് പറയാം. നന്ദയുടെ തീരുമാനമല്ലേ. ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വാക്കിന് വല്ല വിലയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ലക്ഷ്മിയമ്മ മനസ്സിൽ കയറി, ഇത് അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. മഹേശ്വരൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് അവൾ ഇവിടുന്ന് പായിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന നന്ദ ഗാഥേനും കൊണ്ട് ഗൗതമിന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്.
ഗാഥയോട് നന്ദി ചോദിച്ചു, അല്ല നിനക്ക് നിന്റെ ഏട്ടനെ കാണണ്ടെന്ന് ചോദിക്കും. അത് ചേച്ചി കൂടുതലൊന്നും പറയണ്ട, ഇങ്ങോട്ട് വാ, ഒരു ദിവസം നിന്റെ ഏട്ടൻ നിന്നെ അംഗീകരിക്കുന്ന ദിവസം വരും. അപ്പൊ എൻ്റെ പെങ്ങളുകുട്ടീനെ കൈവെള്ളയിൽ എടുത്തോണ്ട് നടക്കും. ആ ദിവസത്തിന് അമ്മയൊക്കെ കാത്തിരിക്കാന്ന് പറഞ്ഞിട്ട് നേരെ ഗൗതമിന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. ഗൗതമിന്റെ മുറിയിലേക്ക് എന്നിട്ട് ഗൗതം സാറിന്ന് വിളിക്കുകയാണ്. അപ്പൊ ഗൗതം തിരിഞ്ഞു നോക്കി കഴിയുമ്പോഴത്തേനും ഗാഥയും നന്ദയും കൂടെ മുറിക്ക് പുറത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇനി നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിരിക്കും. മഹേഷിനെ പൊളിച്ചെടുക്കും. സത്യങ്ങളെല്ലാം അറിഞ്ഞും മഹേഷിനെ ഇന്ത്യവരത്തിന് പുറത്തായിരിക്കും. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.